ഒരു ദൈവവേദനെ സംബന്ധിച്ച് ഏറ്റവും സുപരിചിതമായ ഒരു വേദഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 7:7. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈ വേദഭാഗം പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടാവും. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു ലഭിക്കും. ഈ വേദഭാഗം വളരെ സുപരിചിതമാണ്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുമാണ്. യാചിപ്പിൻ, അന്വേഷിപ്പിൻ, മുട്ടുവിൻ. 3 കാര്യങ്ങൾ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞ വലിയ ഏറിയ സത്യങ്ങളാണ്. യാചിപ്പിൻ, അന്വേഷിപ്പിൻ, മുട്ടുവിൻ. യാചിക്കുക എന്തിനു വേണ്ടിയാണ് നാം യാചിക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചതെല്ലാം ദൈവത്തിൻ്റെ നന്മകളാണ്. നമ്മുടെ യോഗ്യത കൊണ്ടൊന്നും ലഭിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. എങ്കിലും ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന യാചിക്കുക എന്ന് പറയുന്നത് നാം ഏത് വിഷയത്തിനാണ് യാചിക്കേണ്ടത്? നമുക്ക് ലഭിക്കാൻ യോഗ്യതയുള്ള ഒരു വിഷയത്തിന് വേണ്ടി നാം യാചിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അധികാരമുള്ള ഒരു വിഷയത്തിന് വേണ്ടി യാചിക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് വന്നു ചേരും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ ഒരു യോഗ്യതയുമില്ലാത്ത ചില കാര്യങ്ങളുണ്ടാകും. നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയാത്ത കാര്യങ്ങൾ, നമ്മുടെ കഴിവുകൾ കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയാത്ത കാര്യങ്ങൾ, നമ്മുടെ മുഴുവൻ സ്വത്തും സമ്പത്തും കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ മുഴുവൻ ശക്തി കൊണ്ടും നമുക്ക് ആർജിച്ചെടുക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ, അസാധ്യമായ ചില കാര്യങ്ങൾ, എനിക്ക് ലഭിക്കുകയില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള ചില കാര്യങ്ങൾ, ലഭിക്കാൻ ഒരു യോഗ്യതയില്ല എന്നുള്ള കാര്യങ്ങൾ യാചിക്കുക. ദൈവഹിതപ്രകാരം യാചിക്കുക. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. ചോദിച്ചുകൊണ്ടേയിരിക്കുക. ദൈവസന്നിധിയിൽ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നമുക്ക് യോഗ്യതയില്ലാത്ത ചില കാര്യങ്ങൾ ദൈവം നമ്മുടെ കരത്തിൽ തരുവാനിടയായിത്തീരും. രണ്ടാമത്, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. എന്തിനു വേണ്ടിയാണ് നാം അന്വേഷിക്കേണ്ടത്? നഷ്ടപ്പെട്ടു പോയ ചിലതിനെ വേണ്ടി അന്വേഷിക്കുക. നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, പക്ഷേ നഷ്ടപ്പെട്ടു പോയി. ഒരു വിധവയുടെ കയ്യിൽ 10 ദ്രഹ്മ പണമുണ്ടെന്ന് വിചാരിക്കുക. അവളുടെ കയ്യിൽ നിന്നും ഒന്ന് നഷ്ടപ്പെട്ടാൽ അവളത് കണ്ടു കിട്ടും വരെ തൻ്റെ ഭവനം മൊത്തം അടിച്ചു വാരി അന്വേഷിക്കുകയില്ലയോ എന്ന് യേശു കർത്താവ് ചോദിച്ച ചോദ്യം ഈ പ്രാവശ്യം അല്ലെങ്കിൽ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു. നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിക്കുക. നഷ്ടപ്പെട്ടു പോയ അഭിഷേകം, നഷ്ടപ്പെട്ടു പോയ ദൈവിക സാന്നിധ്യം, നഷ്ടപ്പെട്ടു പോയ ദൈവിക സന്തോഷം, നഷ്ടപ്പെട്ടു പോയ രക്ഷയുടെ പ്രത്യാശയുടെ സന്തോഷം, നഷ്ടപ്പെട്ടു പോയ വചന കൂട്ടായ്മകൾ, നഷ്ടപ്പെട്ടു പോയ വിശുദ്ധന്മാരുമായിട്ടുള്ള കൂട്ടായ്മകളും പ്രാർത്ഥനകളും, നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനയുടെ സമയങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തി അത് ലഭിക്കും വരെ അന്വേഷിക്കുക. കണ്ടെത്തിയാൽ നിങ്ങളേറെ സന്തോഷിക്കുന്നവരായി തീരട്ടെ. മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറന്ന് ലഭിക്കും. മുട്ടുന്നത് എവിടെയാണ്? അടഞ്ഞതിൻ്റെ മുമ്പിൽ. അടഞ്ഞുപോയ പല കാര്യങ്ങളുമില്ലേ? നമ്മളുടെ ചെറിയ ചെറിയ കുസൃതി കൊണ്ട്, നമ്മുടെ വിലയേറിയ പാവങ്ങൾ കൊണ്ട്, നമ്മുടെ ചില തീരുമാനങ്ങൾ കൊണ്ട്, നമ്മുടെ ചില വാശി കൊണ്ട്, ചില ഈഗോ കൊണ്ട് നാം തന്നെ അടച്ചു കളഞ്ഞ ചില അനുഗ്രഹങ്ങളില്ലേ? നാം തന്നെ അടച്ചു കളഞ്ഞ ചില വഴികളില്ലേ? നാം തന്നെ അടച്ചു കളഞ്ഞ ദൈവത്തിൻ്റെ പദ്ധതികളില്ലേ? ദൈവത്തിൻ്റെ പദ്ധതികൾ നാം അടയ്ക്കാൻ കഴിയുമോ? നമ്മുടെ തീരുമാനങ്ങളിൽ, നമ്മുടെ പാപങ്ങളിൽ ദൈവ പദ്ധതികൾ താമസിക്കുമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുവല്ലോ. അടഞ്ഞുപോയതിനെ മുമ്പാകെ മുട്ടുവിൻ. അടഞ്ഞുപോയി എന്ന് ബോധ്യം വരുമ്പോൾ അന്ന് തന്നെ തീരുമാനമെടുത്ത് ദൈവസന്നിധിയിൽ മുട്ടുവിൻ. അടഞ്ഞുപോയ നന്മകൾ തുറക്കപ്പെടട്ടെ. അടഞ്ഞുപോയ വഴികൾ നിങ്ങൾക്കായി തുറക്കപ്പെടട്ടെ. അടഞ്ഞുപോയ നന്മയുടെ വഴികൾ, അടഞ്ഞുപോയ അനുഗ്രഹത്തിൻ്റെ വഴികൾ, അടഞ്ഞുപോയ വിശാലതയുടെ വഴികൾ നമുക്കായി തുറന്നു വരട്ടെ. നമുക്ക് നിരന്തരം യാചിക്കാം, നമുക്ക് നിരന്തരം അന്വേഷിക്കാം, നമുക്ക് നിരന്തരം മുട്ടിക്കൊണ്ടേയിരിക്കാം. ദൈവം നമുക്കായി ദൈവ പദ്ധതിയുടെ വഴികൾ തുറക്കട്ടെ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.